ലാസ്റ്റ് പോയിന്റ്, ഡു നോട്ട് ഡിസ്കസ് ഓർ പ്രൊമോട്ട് എനി അതർ ബിസിനസ്. ഡു നോട്ട് ഡിസ്കസ് ഓർ പ്രൊമോട്ട് എനി അതർ ബിസിനസ് ഓർ എനി അതർ പ്രോജക്ട് വിത്തിൻ വെസ്റ്റീജ് ബിസിനസ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യമാവട്ടെ, മറ്റേത് പ്രോജക്റ്റ് ആവട്ടെ, ഉദാഹരണം പറയണമെങ്കിൽ നിങ്ങളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്, നിങ്ങളുടെ ടീമിൽ വരുന്ന വ്യക്തികൾ, നിങ്ങളുടെ അപ്ലൈനോടോ ഡൗൺലൈനോടോ നമ്മൾ പോയി ചോദിക്കുകയാണ് ഒരു പോളിസി ഒന്ന് എടുക്കുവോ. ഇതെന്താണ്? നിങ്ങൾ നിങ്ങളുടെ ബിസിനസിനെ വെസ്റ്റീജ് ബിസിനസിനുള്ളിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചു നോക്കുക. നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്യുന്നു, ആ ടീമിലുള്ള വ്യക്തിയുടെ അടുത്ത് മറ്റൊരു വ്യക്തി വന്നിട്ട് വേറെ ഏതെങ്കിലും ബിസിനസിനെ കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടാവോ? സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമാവില്ല. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വ്യക്തിക്ക് വേറെ, ഇത് നിങ്ങളുടെ ഒരു ഫാമിലി ആയിട്ട് എടുക്കുക, നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് മറ്റൊരു വ്യക്തി വന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇഷ്ടാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്ത് പോയി പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആവാം. പലപ്പോഴും നമുക്കറിയാം MLM എന്ന് പറയുന്ന പേരിൽ കാണുന്ന നിരവധി ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകളുണ്ട്. സ്കീമല്ല, സ്കാമുകളാണ്. ഇതൊക്കെ നമ്മൾ ഇതിലേതെങ്കിലും പോയി നമ്മൾ പെടുകയും നമ്മളെ ടീമിൽ പോയി ഇത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്തുള്ള സിറ്റുവേഷൻ ആലോചിച്ച് നോക്കും. ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കൂടാതെ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ, ഇപ്പൊ ഞാൻ വേദിക് പ്രൊഫഷനാണ്. ഇപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് പറയാണ് എനിക്ക് ബിസിനസ്സിലാകെ ടഫ് ടൈമാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയാണ് ഹോമം കഴിക്കുക എന്നുള്ള ഡയലോഗ് പോലെ ഹോമം വേണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്താവില്ല, അത് ഡ്യൂപ്ലിക്കബിൾ അല്ല, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ട കാര്യം എന്താണ്? അവർക്ക് അവരുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എന്ത് പുതിയ ലേണിംഗ് ആണ് എടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഡൗൺലൈനുമായിട്ട് ഞാൻ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരെ എപ്പോഴും നോക്കുന്നത് എന്ത് പുതിയ ലേണിംഗ് എടുത്തു കഴിഞ്ഞാൽ, പുതിയതായിട്ട് നിങ്ങൾ എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവും, അത് നിങ്ങൾ പഠിക്കുക, അത് നിങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. സോ ഇതാണ് 9 കാര്യങ്ങൾ. ഈ 9 കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ലാത്ത നിയമങ്ങളാണ്. 9 നെവേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. 9 ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക.